കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആർല ഫാമിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരുടെ മൃതദേഹങ്ങൾ ആർല ഫാമിലെ പട്ടികവർഗ പുനരധിവാസ മേഖലയായ 13-ാം ബ്ലോക്കിലെത്തി സന്ദർശിച്ച് വനം വകുപ്പ് മന്ത്രി AK ശശിധരൻ നാട്ടുകാരുമായി സംസാരിച്ചു. പ്രത്യേക റിക്രൂട്ട്മെന്റ് കൊണ്ട് 500 പേരെ എടുക്കാൻ കാരണം അവർക്കാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ നന്നായി അറിയുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അവരുടെ സേവനം നമുക്ക് പറയുന്നതിനേക്കാൾ മറ്റ് പുറത്തുനിന്ന് വരുന്ന ഒരു ആൾക്ക് ഫോറസ്റ്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായി കൊടുത്താൽ അറിയുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങളിൽ ഒരാളായി ജീവിച്ച് വളർന്നു വന്ന് വിദ്യാഭ്യാസം നേടിയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ ഈ ഗവൺമെന്റാണ് 500 പേരെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എടുത്തത്. നിങ്ങളെ സഹായിക്കാനാണ്. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞാൽ മതി, പറയാനും എഴുതാനൊക്കെ സമയം തരും. നമുക്ക് ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ഒരു സഹോദരനായി കണക്കാക്കി ഞാൻ അത് നമുക്ക് ഏത് കാരണവശാലും ഇവിടെ നിർത്താൻ പറ്റൂല. ശരി, അല്ല അതിനാണല്ലോ അത് പറ്റില്ല. ഇവിടെ ഇവിടുത്തെ ആനകളെ ഘട്ടം ഘട്ടമായി ഇവിടുന്ന് മാറ്റിയേ പറ്റൂ. അല്ലാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല. ആദ്യത്തെ കാര്യം, അത് ആദ്യത്തെ നടപടി. ഞാൻ അവിടെ നിർത്തുന്നില്ല സഹോദരൻ, ഞാൻ അവിടെ നിർത്തുന്നില്ല. ഒരാനയെ മാത്രമേ ഞാൻ നിർത്തുന്നില്ല. ഘട്ടം ഘട്ടമായി ഇവിടെ ഉൾക്കാട്ടിലേക്ക് തുരത്തിയാലല്ലാതെ നിങ്ങൾക്ക് സമാധാനം അതിനുള്ള ശ്രമങ്ങൾ നടത്തും. ആദ്യ പരിഗണന അതാണ്. ആനമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ മന്ത്രി അറിയിച്ചു. മന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷമാണ് മൃതദേഹങ്ങൾ സംസ്കാരത്തിന് വിട്ടു നൽകാൻ നാട്ടുകാർ അനുവദിച്ചത്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, ജില്ലാ പോലീസ് മേധാവി അനോജ് പാലിവാൽ തുടങ്ങിയവർ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു. കുടുംബത്തിനുള്ള നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡു 10 ലക്ഷം രൂപ ചൊവ്വാഴ്ച നൽകും. ജനവാസ കേന്ദ്രങ്ങളിൽ തമ്പടിച്ച ആനകളെ ഉൾക്കാടുകളിലേക്ക് തുരത്തുന്നതിന് തിങ്കളാഴ്ച രാത്രി തന്നെ RRT നടപടികൾ ആരംഭിക്കും. ഇതിനായി 2-3 RRTകളെ അധികമായി നിയോഗിക്കും. ആനമതിൽ നിർമ്മാണത്തിനായി അലൈൻമെന്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനുമായി ബന്ധപ്പെട്ട് വകുപ്പിന്റെ നടപടികൾ ഉടൻ സ്വീകരിക്കും. വനവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അനുമതികളെല്ലാം നൽകുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് താക്കീതോടെ ഉത്തരവിറക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.